പൊന്നു മോനെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് മോനെ, പറഞ്ഞുതരാം. സംഭവം എന്താന്ന് വെച്ചാല് എനിക്ക് മറ്റന്നാളത്തേക്ക് അവധി വേണം. പക്ഷെ വെറുതെ അവധി ചോദിച്ച് ലീവ് ഇടുന്നതിനൊരു ത്രില്ലില്ല മോനെ. അതുകൊണ്ട് ഞാനൊരു കിടുക്കാച്ചി സ്റ്റോറി അങ്ങ് ബിൽഡപ്പ് ചെയ്തടാ. എന്ന് വെച്ചാൽ വേറെ ലെവൽ സ്റ്റോറി. നോളൻ സാറിന്റെ പോലും ഇത്ര നല്ല സ്റ്റോറി കാണത്തില്ല മോനെ. അജാതി എന്ന് വെച്ചാൽ ഈ കള്ളത്തൊരു ആദ്യം മനസ്സിൽ വരാൻ എനിക്ക് സ്വന്തമായിട്ട് അഭിമാനം തോന്നിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം. അത്രയ്ക്ക് അഭിമാനം തോന്നുന്ന ഒരു ടൈപ്പ് കള്ളത്തരമായിരുന്നു മോനെ മനസ്സിൽ വന്നത്. ടു ബി ഹോണസ്റ്റ് നല്ല സ്റ്റോറി ആയിരുന്നു. ലീവ് ചോദിക്കുമ്പം ആ കള്ളക്കഥയ്ക്ക് എത്ര നല്ല ഡെപ്ത് ഉണ്ടോ അത്രയും വിശ്വസനീയമായിരിക്കും. എത്രത്തോളം ഡെപ്ത് ഉണ്ടോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ട്രസ്റ്റിംഗ് ഓഫ് ദാറ്റ് കള്ളത്തരം. അതാണ് അതിൻ്റെതായ ഒരു സംഭവം. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്, എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രഷ്നെസ് ഇല്ല മോനെ. അതിനൊരു സോൾ ഇല്ല. എന്താ പറയാ, അതിനൊരു പുതുമയൊന്നും ഇല്ലടാ. സോ എൻ്റെ നിരീക്ഷണ കോണകത്തിൽ തെളിഞ്ഞു വന്ന അതിമനോഹരമായ കഥ ഞാൻ പറഞ്ഞുതരാം. സാറേ, ഈ വെള്ളിയാഴ്ച ഒരു അവധി വേണ്ടി വരും കേട്ടോ. സാർ കൺഫേം അല്ല, ഞാൻ നാളെ പറയാം വേണ്ടി വരും ഇല്ലയോ എന്ന്. പക്ഷേ 60% വേണ്ടി വരും സാർ. സാർ അവധി എന്ന് പറയുമ്പോൾ അങ്ങനെ ടെൻഷൻ ആവണ്ട, വിളിച്ചാൽ കിട്ടും സാർ, അതറിയാമല്ലോ. വിളിച്ചാൽ കിട്ടും, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനില്ല. അത് സാർ മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു പ്രശ്നമാണ് സാർ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ റൂംമേറ്റ് സാർ, അവൻ്റെ മദർ ഇൻ ലോ ഹോസ്പിറ്റലാണ് സാർ. അവൻ മൺഡേ മുതൽ വ്യാഴാഴ്ച വരെ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവന് വെള്ളിയാഴ്ച അവൻ ഓഫീസിലൊന്ന് കാണണം സാർ. കാരണം അവൻ്റെ മാനേജർ അവനെ ഫുൾ വീക്ക് അവധി കൊടുക്കുന്നില്ല സാർ. എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്നില്ലല്ലോ സാർ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ അവന് വെള്ളിയാഴ്ച ആശുപത്രി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു ദിവസം അവൻ്റെ അമ്മ സാർ ഒരുപാട് അറിയാവുന്നതാണ് സാർ. അവൻ നാട്ടിൽ നിലനിർത്തി എപ്പോഴും അവൻ എനിക്ക് ഉണ്ണിയപ്പം ഉപ്പേരിയൊക്കെ കൊണ്ടുവരാറുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വെള്ളിയാഴ്ച ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് പോകണം സാർ. ഫോണിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ കുറച്ച് ഓവറായിട്ട് ഫീലായോ? കുറച്ച് ഓവറായിട്ട് ഫീൽ ആവണം, അല്ലല്ല ഫീൽ ആവാൻ പാടില്ല. ഇത് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാടാ. എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കത്തില്ല. ഇത്രയും ഇമോഷണലിന്റെ റേഞ്ച് പിടിക്കണ്ട. മീറ്റർ കുറച്ച് താക്കാടാ, മീറ്റർ കുറച്ച് താക്കാം. അതുകൊണ്ട് ഇത്രയ്ക്ക് പിടിക്കണ്ട. പക്ഷെ കണ്ടന്റിലാണ് കാര്യം. ഇത് നീ ഓർത്ത് വെക്കടാ. മോനെ, മാർക്ക് മൈ വേർഡ്, ഇത്രയും വെറൈറ്റി കള്ളം നിന്റെ എന്നല്ല ഒരുത്തൻ്റെ മാനേജറും ഗൂഗിളിലെ മാനേജർ പോലും ഇമാതിരി കൊണച്ച പൊളിച്ച കള്ളത്തരം കേട്ട് കാണത്തില്ല മോനെ. ഇതൊക്കെ കള്ളത്തരത്തിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കള്ളത്തരങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് മോനെ. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് വലിയ കാര്യമാണ്. ഇതൊന്നും ആരും ഫ്രീ ആയിട്ട് പറഞ്ഞു തരത്തില്ലടാ. ഇതൊക്കെ കിട്ടുന്ന നോളജ് നമ്മൾ എഴുതി വയ്ക്കണം. അമ്മായിയമ്മ, റൂംമേറ്റ്, വ്യാഴാഴ്ച വരെ ലീവ്, വെള്ളിയാഴ്ച മാത്രം വേണം. അങ്ങനെ തിയറി മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നാളെ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ലെവല് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്താൽ നാളെ വിടിച്ചിലായിട്ട് പറയാം. ഇമോഷൻ്റെ മീറ്റർ കുറച്ചും കൂടെ താക്കണം, അത് ഞാൻ ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു ലെവലിൽ അങ്ങ് പറഞ്ഞു നോക്കാം മോനെ. ഓക്കെ അല്ലേ? അപ്പം നാളെ ഇതങ്ങ് എഴുന്നള്ളിക്കാം. മോനെ, നാളെ ഇത്രയും നല്ല കള്ളത്തരം പറയേണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഉറക്കം വരുന്നൊരു സംശയം മോനെ കടന്നാൽ. പക്ഷെ കടന്നല്ലേ പറ്റൂ. അപ്പോൾ ശരി മോനെ, എന്നാ കിടക്കട്ടെ. നാളെ കള്ളത്തരം പറയാനായിട്ട് എഴുന്നേക്കട്ടെ. അപ്പോൾ ശരി മോനെ, നാളെ കാണാം. അപ്പോൾ ശരി.